ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. കുമ്പളങ്ങി പഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും NHM ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ 12ാമത് യോഗാ ദിനം ആചരിച്ചു. കുമ്പളങ്ങി പഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും NHM ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ 12ാമത് യോഗാ ദിനം ആചരിച്ചു. കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ സാമൂഹിക ജീവിത ക്രമത്തെക്കുറിച്ചും ഇന്ന് നല്ലതുപോലെ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും. ഏതെല്ലാം തരത്തിൽ ആരോഗ്യ പരിപാലനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും ഉണ്ടായ നമ്മുടെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, അതിൽ കോവിഡിന് ശേഷമുള്ള നമ്മുടെ വിഷയങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല. സ്വാഭാവികമായും ജീവിതശൈലി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. കുമ്പളങ്ങി വില്ലേജ് ടൂറിസം പ്രോജക്ട് 2000-2005 കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ആ പ്രോജക്ട് പുനരാരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനുവേണ്ടി 1 കോടി രൂപയും വിവിധ വാർഡുകളിലെ റോഡുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടി അങ്ങനെ ഏകദേശം 5 കോടി രൂപ നമുക്ക് ഈ വർഷം അനുവദിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട കൊച്ചിയുടെ MLA ശ്രീ മുഹമ്മദ് ഷിയാസ് നിങ്ങളെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളെന്ന നിലയിലാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന 14 നിയോജകമണ്ഡലം ജയിപ്പിച്ച 14 MLA-മാരെ സൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയ മുഹമ്മദ് ഷിയാസ് കൊച്ചിക്ക് അഭിമാനമാണ്. തീർച്ചയായിട്ടും കുമ്പളങ്ങിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ MLA-യുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അന്താരാഷ്ട്ര യോഗയുടെ സെലിബ്രേഷൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA ക്ഷണിച്ചുകൊള്ളുന്നു. യോഗ സന്ദേശ റാലി വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് സ്വാഗതം പറഞ്ഞു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയകൃഷ്ണൻ KVP മുഖ്യ പ്രഭാഷണം നടത്തി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി കാർത്തികേയൻ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് യോഗ ഇൻസ്ട്രക്ടർ നിഷയെ ചടങ്ങിൽ ആദരിച്ചു. സാൻജോസ് ഇടവക വികാരി ഫാദർ ലോറൻസ് പൊള്ളയിൽ, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗോപി കാരക്കോടത്ത്, ഷീല സേവ്യർ, ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പഞ്ചായത്ത് അംഗം KV സാബു, കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി എന്നിവർ സംസാരിച്ചു. 3ാം വാർഡ് മെമ്പർ മേരി ജിൻസ നന്ദി പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി നടന്ന യോഗ റാലിക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പീറ്റർ ലാലൻ, ആനി ഫ്രാൻസിസ്, അനഘ ജോസ്, ഷെബിൻ ജോർജ്, ആന്റണി KX, ജെസ്സി വർഗീസ്, NN ഉത്തമൻ, ഷെർമി ജോഷി നേതൃത്വം നൽകി. കുമ്പളങ്ങിയിലെ വിവിധ പ്രായത്തിലുള്ളവരുടെ യോഗ പ്രദർശനം ചടങ്ങിന് മാറ്റുകൂട്ടി. യോഗ സോളോ ചലഞ്ചിൽ ലിജി ജയദേവൻ 1ാം സ്ഥാനവും വിനീത മോൾ, സൂര്യ സേജു എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയകരമായി യോഗ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ആയുഷ് വെൽനസ് സെന്റർ GHD കുമ്പളങ്ങി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 200ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.